സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ ക്രിസ്ത്യൻ പള്ളിയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. 80 പേർക്ക് പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡമസ്കസിന്റെ പ്രാന്തപ്രദേശത്തുള്ള മാർ ഏലിയാസ് പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റവരിൽ 30 പേരുടെ നില അതീവ ഗുരുതരമാണ്. ISI ഗ്രൂപ്പിലെ അംഗമാണ് ചാവേറായി പൊട്ടിത്തെറിച്ചതെന്ന് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സിറിയൻ സിവിൽ ഡിഫൻസിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് തുടരുകയാണെന്ന് വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് സിറിയയിൽ ചാവേർ ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിൽ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. രാജ്യത്ത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെൽ സാന്നിധ്യമുണ്ടെന്ന ആശങ്കകൾ ഇതോടെ ഉയർന്നിട്ടുണ്ട്. 2024 ഡിസംബറിൽ അൽ ഷറയിൽ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉപരോധങ്ങൾ പിൻവലിച്ചതോടെ സിറിയ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നു വരികയാണ്.